പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, 1 പത്രോസ് 4-12 തിരുവചനം. നിങ്ങളെ പരീക്ഷിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. 1852 കാലഘട്ടം. ഡൊമിനിക് സാവിയോ സ്കൂളിൽ പഠിക്കുന്നു. ഒരു ദിവസം ക്ലാസ് ജനാലയുടെ ചില്ലുകൾ ഒരു കുസൃതി എറിഞ്ഞു പൊട്ടിച്ചു. സ്ഥിരമായി സ്കൂൾ മുതൽ നശിപ്പിക്കുന്ന അവൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടപ്പെടും എന്നത് തീർച്ച. ഡൊമിനിക്ക് അത് മനസ്സിലാക്കി. മാത്രമല്ല, ആ കുട്ടി കുറ്റം ഡൊമിനിക്കിന്റെ മേൽ ആരോപിച്ചു. അധ്യാപകൻ കണക്കിന് ശകാരിച്ചു. തല താഴ്ത്തി അവയെല്ലാം ഡൊമിനിക് സ്വീകരിച്ചു. എന്നാൽ പിറ്റേ ദിവസം സത്യം വെളിപ്പെട്ടു. ആ അധ്യാപകന് ദുഃഖമായി. ഡൊമിനിക്കിനെ വിളിച്ച് കാരണം തിരക്കി. എന്തുകൊണ്ട് നീ കുറ്റം ഏറ്റു? അവൻ പറഞ്ഞു, ഇത് ഞാൻ ഏറ്റില്ലെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടപ്പെടും. മാത്രമല്ല, കുറ്റം ചെയ്യാതെ സഹിച്ച ഈശോയുടെ ഓർമ്മ എൻ്റെ മുന്നിൽ വന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഏത് മനോഭാവമാണ് നാം സ്വീകരിച്ചത്? കുരിശിൽ മരിച്ച ഈശോയുടെ രൂപം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരട്ടെ. എപ്പോഴും ദൈവത്തിനു വേണ്ടി ഏതും സഹിക്കാനുള്ള ഒരു വലിയ സഹനകൃപ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധമ്മ കുരിശിൻ ചുവട്ടിൽ സഹിച്ച ആ അമ്മ നമ്മെ അതിന് സഹായിക്കും. നമുക്ക് ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര തുടരാം.